ഹരി ഓം. എല്ലാ പ്രിയമിത്രങ്ങൾക്കും നമസ്കാരം. ഏവർക്കും ശ്രീമദ് ഭഗവത്ഗീത നിത്യസാധനയിലേക്ക് സ്വാഗതം. അറിവ്, സംസ്കൃതിയുടെ നിറവ്. ശ്രദ്ധ, താൽപ്പര്യം, ഇന്ദ്രിയ സംയമനം എന്നീ ഗുണങ്ങളെ നിത്യജീവിതത്തിൽ പരിപാലിച്ച് കർമ്മത്തെ യജ്ഞഭാവനയോടുകൂടി നിർവഹിക്കുമ്പോൾ കാലക്രമേണ പവിത്രമായ ജ്ഞാനം സ്വയമേ തന്നെ വന്നു ഭവിക്കുമെന്ന് പാർത്ഥനോട് വിശദീകരിച്ച ഭഗവാൻ, ശ്രദ്ധയില്ലെങ്കിൽ ജീവിതത്തിൽ എന്തു സംഭവിക്കുമെന്ന് ഉപദേശിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ 40, 41 എന്നീ ശ്ലോകങ്ങളാണ്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അജ്ഞച്ഛ അശ്രദ്ധധാനച്ഛ സംശയാത്മാ വിനശ്യതി. ന്യായം ലോകോസ്തി ന പരഃ ന സുഖം സംശയാത്മനഃ. യോഗസംന്യസ്തകർമാണം ജ്ഞാനസംഛിന്ന സംശയം. ആത്മവന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ. കേരളവ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെയും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അറിയാത്തോൻ, ശ്രദ്ധ കെട്ടോൻ, സംശയിപ്പോൻ നശിച്ചുപോൻ. സംശയിപ്പോനിഹ പര ലോകമില്ലില്ല സൗഖ്യവും. യോഗത്താൽ കർമ്മവും വിട്ടോൻ, ജ്ഞാനത്താൽ ശങ്കയറ്റവൻ. ആത്മവാനാമായവനിൽ കർമ്മം പറ്റാ ധനഞ്ജയ. അജ്ഞച്ഛാ ശ്രദ്ധധാനച്ഛാ സംശയാത്മാ വിനശ്യതി. ന്യായം ലോകോസ്തി ന പരഃ ന സുഖം സംശയാത്മനഃ. യോഗസംന്യസ്തകർമാണം ജ്ഞാനസംഛിന്ന സംശയം. ആത്മവന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ. അറിയാത്തോൻ, ശ്രദ്ധ കെട്ടോൻ, സംശയിപ്പോൻ നശിച്ചുപോം. സംശയിപ്പോനിഹ പരലോകമില്ലില്ല സൗഖ്യവും. യോഗത്താൽ കർമ്മവും വിട്ടോൻ, ജ്ഞാനത്താൽ ശങ്കയറ്റവൻ. ആത്മവാനാമായവനിൽ കർമ്മം പറ്റാ ധനഞ്ജയ. അജ്ഞനും ശ്രദ്ധയില്ലാത്തവനും സംശയിക്കുന്നവനുമായവൻ നശിക്കുന്നു. സംശയിക്കുന്നവന് ഈ ലോകത്തിലും പരലോകത്തിലും സുഖവുമില്ല. ധനഞ്ജയ, യോഗത്താൽ കർമ്മത്തെ ഉപേക്ഷിച്ചവനും ജ്ഞാനം കൊണ്ട് സംശയങ്ങളെയെല്ലാം ഛേദിച്ചവനും ആത്മനിഷ്ഠനുമായവനെ കർമ്മങ്ങൾ ഒരു വിധത്തിലും ബന്ധിക്കുന്നില്ല. ഗുരു ഉപദേശത്തിലും ശാസ്ത്രവാക്യങ്ങളിലും ഉൾക്കൊണ്ടിരിക്കുന്ന തത്വത്തെ ഗ്രഹിക്കാനുള്ള ബുദ്ധിയുടെ കഴിവാണ് ശ്രദ്ധ എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നുവല്ലോ. വിഷയം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി എന്നിവയ്ക്കെല്ലാം ഉപരിയാണ് ബ്രഹ്മം എന്ന് കർമ്മയോഗത്തിലെ 42 ശ്ലോകത്തിൽ ശ്രദ്ധിച്ച നമുക്ക്, ബുദ്ധിക്കും മേലെയാണ് ബ്രഹ്മാനുഭവത്തിലേക്ക് നയിക്കുന്ന ജ്ഞാനസിദ്ധി നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് ജ്ഞാനസിദ്ധിയിലേക്ക് നമ്മെ നയിക്കാൻ കഴിയുമെങ്കിലും അവയ്ക്കൊന്നും തന്നെ ജീവനും ബ്രഹ്മവും ഒന്നാണെന്നുള്ള ജ്ഞാനം പ്രദാനം ചെയ്യാൻ കഴിയില്ല എന്ന് സാരം. നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെയും അതിൽ ഇടപഴകുന്ന ഇന്ദ്രിയ മനോബുദ്ധികളെയും നിരീക്ഷിച്ച് വിലയിരുത്താൻ ശ്രമിച്ചാൽ നമ്മുടെ ജ്ഞാനാവബോധം ഏത് തലത്തിലാണ് നിലകൊള്ളുന്നതെന്ന് സ്വയം തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ലേ? നമ്മൾ ഏർപ്പെടുന്ന വിഷയത്തിൽ എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് വ്യക്തമായ ധാരണയില്ലാതെ വരുമ്പോഴാണല്ലോ മറ്റൊരാളുടെ ഉപദേശം തേടുന്നത്.
ലക്ഷ്യത്തെക്കുറിച്ച് ധാരണയുണ്ടെങ്കിലും മാർഗത്തെക്കുറിച്ചുള്ള അജ്ഞത തന്നെയാണ് ഉപദേശം തേടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് യുക്തനെന്ന് തോന്നുന്ന വ്യക്തിയുടെ ഉപദേശം ഉൾക്കൊണ്ട് മാർഗത്തിലൂടെ മുന്നോട്ടു പോകാൻ കഴിയാതെ വന്നാൽ ഉപദേശം കിട്ടിയിട്ടും ജീവിതത്തിൽ പ്രയോജനമൊന്നുമില്ലല്ലോ. മാർഗത്തെ പ്രാപ്തമാക്കുന്ന ഇന്ദ്രിയ മനോബുദ്ധികളെ വിലയിരുത്തേണ്ടതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നതും ഈ സന്ദർഭത്തിലാണ്. അതുകൊണ്ട് നിത്യജീവിതത്തിലെ നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും വിലയിരുത്തി സ്വയം തിരിച്ചറിഞ്ഞ് ഉപദേശം സ്വീകരിക്കുന്നതായിരിക്കും മുന്നോട്ടുള്ള ഗതിക്ക് നമുക്ക് നല്ലത്. കാരണം ഉപദേശത്തെയും ഉപദേഷ്ടാവിനെയും ഭാവി ജീവിതത്തിൽ ശത്രുവായി കാണുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കാമല്ലോ. ലൗകിക ജീവിതത്തിലെ കാര്യം ഇങ്ങനെയാണെന്നിരിക്കെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന ജ്ഞാനപ്രാപ്തിക്കുപകരിക്കുന്ന ഗുരുപദേശം സ്വീകരിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടതില്ലല്ലോ. ലക്ഷ്യത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ മാർഗത്തെ അന്വേഷിക്കുമ്പോഴാണ് പലവിധ മാർഗങ്ങൾ മുന്നിൽ തെളിയുന്നതും സംശയം ജനിക്കുന്നതും. ലക്ഷ്യമാണ് ലക്ഷ്യത്തിലെത്താൻ അനുയോജ്യമായ മാർഗത്തെ രൂപപ്പെടുത്തുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോഴാണ് ലക്ഷ്യത്തിലുള്ള അജ്ഞത മാർഗത്തിൽ സംശയം ജനിപ്പിക്കുന്നത്. ലക്ഷ്യത്തെക്കുറിച്ചുള്ള അജ്ഞത സംശയത്തിലേക്കും താൽപ്പര്യമില്ലായ്മയിലേക്കും നയിക്കുകയും ഒടുവിൽ ലക്ഷ്യപ്രാപ്തിയിലെത്താതെ അജ്ഞാനത്തിൽ തുടരുകയും ചെയ്യും. അജ്ഞാനം അന്ധകാരമാണെന്നും ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നതാണെന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അജ്ഞനും ശ്രദ്ധയില്ലാത്തവനും സംശയഗ്രസ്തനുമായ വ്യക്തിക്ക് ജീവിതത്തിൽ എന്തു സംഭവിക്കുമെന്ന് പ്രാർത്ഥനയെ ഉപദേശിച്ച ഭഗവാനെയാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചത്. ലക്ഷ്യത്തെക്കുറിച്ച് അജ്ഞതയുള്ളവനും മാർഗത്തിൽ ജ്ഞാനികളുടെ ഉപദേശം സ്വീകരിച്ച് ജീവിതത്തിൽ അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവന് ഈ ലോകത്തിലും പരലോകത്തിലും സുഖാനുഭവം ഇല്ല എന്നു മാത്രമല്ല, സുഖദുഃഖാദികൾ തിരിച്ചറിയാൻ കഴിയാതെ സ്വയം നാശത്തിലേക്ക് പതിക്കുന്നു. കർമ്മയജ്ഞാനുഷ്ഠാനത്താൽ ജ്ഞാനലബ്ധി നേടി സർവസംശയങ്ങളുമറ്റ് ആത്മാവിൽ മനസ്സുറപ്പിക്കുന്നവനെ ഒരു കർമ്മവും ബന്ധിക്കുന്നില്ല എന്ന് വിശദമാക്കിയ ഭഗവാന്റെ തുടർന്നു വരുന്ന അമൃതവാണി അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാ പ്രിയമിത്രങ്ങൾക്കും നന്ദി, നമസ്കാരം. ഹരി ഓം.